ഹലോ ഗൈസ്, ഇന്ന് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറാണ്. നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവറാണ്. അതിനാവശ്യമായിട്ടുള്ള കളറുകളാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. റോസ്, റെഡ്, ഗ്രീൻ, ബ്ലൂ കളറുകളാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് ഇനി ഞാൻ വരയ്ക്കുന്നത് പോലെ ഒരു ഫ്ലവറിൻ്റെ ലീഫുകൾ നമുക്ക് വരയ്ക്കണം. അതുപോലെ തന്നെ മുട്ടുകളും വരയ്ക്കണം. ഈ ക്യാൻവാസിനുള്ളിലായി ഓരോ ഭാഗങ്ങളിലായി മുട്ടുകളും ഫ്ലവറുകളും ഇതുപോലെ ഞാൻ വരച്ചതുപോലെ ഫിൽ ചെയ്യുക. നമ്മൾ എപ്പോൾ വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെർഫെക്ഷൻ. ചിത്രം വരച്ചതിന് ശേഷം അവ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയോ എന്ന് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതുപോലെ ഒന്ന് പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം നമുക്കതിൻ്റെ തണ്ടുകൾ വരച്ചു കൊടുക്കാം. ഫ്ലവറിൻ്റെ തണ്ടുകൾ വരച്ചു കൊടുക്കാം. ഇത് ഗ്രീൻ കളർ എടുത്തുകൊണ്ടാണ് ഞാൻ തണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ അതിനെ ഏറ്റവും താഴത്തെ ക്യാൻവാസിന് ഏറ്റവും താഴത്തെ ഫ്ലവറിനായി തണ്ട് വരയ്ക്കുന്നു. അതിൽ നിന്നും വലിയ ഇലകൾ വരയ്ക്കുകയും ചെയ്യുന്നു. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ബ്രഷാണ്, ചെറിയ തിക്നെസ് കുറഞ്ഞ ബ്രഷാണ് ഇത്തരത്തിലുള്ള ചിത്രം വരയ്ക്കുന്നതിനെല്ലാം കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിനും മുട്ടിനുമെല്ലാം ഗ്രീൻ കളർ കൊണ്ട് ഇലകൾ വരച്ച് ഫിൽ ചെയ്യുക. ഇനി നമുക്ക് ഈ ചിത്രത്തിൽ ഫ്ലവേഴ്സിനായി പൂമ്പൊടി കൊടുക്കണം. പൂമ്പൊടി കൊടുക്കുന്നതിന് ഞാൻ ബ്ലൂ കളറാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലവേഴ്സിന് ചുറ്റും ബ്ലൂ കളർ കൊണ്ട് പൂമ്പൊടി ഫിൽ ചെയ്തതിന് ശേഷം വൈറ്റ് കളറും കൂടെ യൂസ് ചെയ്ത് ഒന്നും കൂടെ ഒരു അട്രാക്ഷൻ കൊടുക്കുന്നു ഫ്ലവറിന്. ഇത് ഫ്ലവറിന് കൂടുതൽ ഭംഗി കിട്ടുന്നതിന് സഹായിക്കും. ചിത്രത്തിൻ്റെ അവസാനത്തെ ടച്ചപ്പായി ഓരോ ഫ്ലവേഴ്സിൻ്റെയും ഇതളുകളുടെ അറ്റഭാഗത്തായി ബ്ലൂ കളറും റെഡ് കളറും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഫില്ലിംഗ് കൊടുക്കുക. ആദ്യം ബ്ലൂ കളർ കൊണ്ടും പിന്നെ അതിന് മുകളിലായി റെഡ് കളറും യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ഡാർക്ക് കളറായി നമുക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ വരച്ച ഫ്ലവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫ്ലവർ എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പ്രോസസ്സിലാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്, വരച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനനുസരിച്ച് ഇനി അടുത്ത ചിത്രവുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന പ്രതീക്ഷയോടുകൂടെയും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ ചിത്രം ചെയ്തു നോക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാനിന്നത്തെ ചിത്രം നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.